ഗുണ്ടാ നേതാവിന്റെ നേതൃത്വത്തിൽ പാർട്ടി സംഘടിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിൽ പോലീസ് നടപടികൾ തുടരുന്നു. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പ്രതിമാസ പരിശോധന നടത്തി പോലീസ്. മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ 2 പ്രതികൾ കൂടി പിടിയിലായി. പുറത്തുശ്ശേരി സ്വദേശികളായ അഭിഷേക്, ദിവിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 16 ആയി. കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന +2 വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം സ്വദേശി അനന്തു കൃഷ്ണനാണ് മരിച്ചത്. പാലപ്പള്ളി കുണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി. പെട്രോളിംഗിനിറങ്ങിയ വനപാലകരാണ് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത്. പ്രദേശത്ത് കൂടുതൽ പുലികളുണ്ടെന്ന ആശങ്ക. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരന് തെരുവുനായയുടെ കടിയേറ്റു. വേലൂരിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. സംസ്ഥാനത്ത് ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ഗുണ്ടാ നേതാവിന്റെ നേതൃത്വത്തിൽ പാർട്ടി സംഘടിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ നടപടി ശക്തമാക്കി പോലീസ്. പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പ്രതിമാസ പരിശോധന നടത്തി. രാവിലെയാണ് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പ്രതിമാസ പരിശോധന നടന്നത്. കൂടുതൽ പേരെ നിരീക്ഷണ വിധേയമാക്കാനും കരുതൽ തടങ്കലിലാക്കാനും നടപടി തുടങ്ങി. അതേസമയം ആവേശം സിനിമാ മോഡൽ പാർട്ടി നടത്തിയ ഗുണ്ടാ നേതാവ് കുറ്റൂർ അനുവിനൊപ്പം പാർട്ടിയിൽ പങ്കെടുത്തവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് മൊഴിയെടുക്കുന്ന നടപടികളും തുടർന്നു വരികയാണ്. 60ഓളം പേർ പാർട്ടിയിൽ പങ്കെടുത്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് 10 പേരെ വീതമാണ് മൊഴിയെടുപ്പിക്കുന്നതിനായി വിളിപ്പിച്ചിരിക്കുന്നത്. കുറ്റൂർ പാടത്താണ് കുപ്രസിദ്ധ ഗുണ്ടകളടക്കം ആളുകളെ പങ്കെടുപ്പിച്ച് പാർട്ടി സംഘടിപ്പിക്കുകയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത്. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ 2 പ്രതികൾ കൂടി പിടിയിലായി. പുറത്തുശ്ശേരി സ്വദേശികളായ തേറാട്ടിൽ വീട്ടിൽ അഭിഷേക്, പാടാട്ടി വീട്ടിൽ ഡിവിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 16 ആയി. ഏപ്രിൽ 3-നാണ് മൂർക്കനാട് ആലുപറമ്പിൽ സംഘർഷം നടന്നത്. സംഘം ചേർന്ന് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ 6ഓളം പേർക്ക് കുത്തേറ്റിരുന്നു. ഇതിൽ വെളുത്തൂർ സ്വദേശി അക്ഷയ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ പ്രഭാകരന്റെ മകൻ സന്തോഷ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട ഡിവിഎസ്പി കുഞ്ഞുമൊയ്തീൻകുട്ടി, CI മനോജ്, ഗോപി, SI-മാരായ ഹജാസ്, ഹബീബ്, ജയകൃഷ്ണൻ, സുധാകരൻ, ശ്രീധരൻ, സീനിയർ CPO ഉമേഷ്, വിപിൻ ഗോപി, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ സജിബാൽ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കടന്നലിന്റെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന +2 വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം ബ്ലോക്ക് മുൻ വൈസ് പ്രസിഡന്റ് മിനി മുരളീധരന്റെയും തമ്പാൻകടവ് മാനങ്ങത്ത് മുരളീധരന്റെയും മകൻ 17 വയസ്സുള്ള അനന്തു കൃഷ്ണനാണ് മരിച്ചത്. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കുടുംബം അന്തിക്കാട് മാങ്ങാട്ടുകരയിലാണ് വാടക വീട്ടിൽ താമസം. വ്യാഴാഴ്ച വൈകിട്ട് വീടിന് മുകളിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയപ്പോഴാണ് കടന്നലിന്റെ ആക്രമണം ഉണ്ടായത്. കുത്തേറ്റ് അലർജി ഉണ്ടായതിനെ തുടർന്ന് ഒളരിയിലെ മദർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു. പാലപ്പള്ളി കുണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടു. 1 മാസത്തിനിടെ 2ാം തവണയാണ് നാട്ടുകാർ പുലിയെ കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പെട്രോളിംഗിനിറങ്ങിയ വനപാലകരാണ് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത്. വനപാലകരുടെ വാഹനത്തിന്റെ ശബ്ദം കേട്ടിട്ടും പുലി ഓടിപ്പോകാതെ പതുക്കെ നടക്കുന്ന രീതിയിലായിരുന്നു. ടോർച്ച് വെളിച്ചത്തിൽ വനപാലകരാണ് പുലിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത്. 2 ആഴ്ച മുൻപ് ഈ പരിസരത്ത് റോഡ് മുറിച്ചു കടന്ന് തോട്ടത്തിലൂടെ പായുന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു. ഒരാഴ്ചക്കിടെ പാലപ്പള്ളി മേഖലയിൽ പുലിയിറങ്ങി 3 പശുക്കുട്ടികളെയും മാനിനെയും ആക്രമിച്ച് കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങുന്നത് പതിവായതോടെ വനപാലകർ കഴിഞ്ഞ ദിവസം തോട്ടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ശേഷം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഇതിനിടെയാണ് ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങിയത്. കാർ യാത്രക്കാർ കണ്ട പുലിയല്ല ഇന്നലെ വനപാലകരുടെ മുന്നിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശത്ത് കൂടുതൽ പുലികൾ ഉണ്ടെന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. എത്രയും വേഗം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരന് തെരുവുനായയുടെ കടിയേറ്റു. തുമ്പൂർ സ്വദേശി സെക്രട്ടറിക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. പുലർച്ചെയായിരുന്നു സംഭവം. ഇയാളെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷനും പരിസരത്തും തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ്. ഏറെ നാളുകളായി യാത്രക്കാർ പരാതിപ്പെടുന്നുണ്ടെങ്കിലും നായ്ക്കളുടെ ശല്യം ഒഴിവാക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ല. വേലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. 3 ആടുകൾക്ക് ഗുരുതര പരിക്കേറ്റു. വേലൂർ വെങ്കിലശ്ശേരി സുഭദ്ര നിവാസിൽ നാരായണൻ നമ്പ്യാരുടെ ആടുകളാണ്
ആക്രമണത്തിനിരയായത് ഇന്ന് പുലർച്ചെയാണ് സംഭവം. തെരുവ് നായ്ക്കൾ കൂട്ടമായി എത്തി ആടുകളെ ആക്രമിക്കുകയായിരുന്നു. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായി തുടരുകയാണ്. ഒരാഴ്ച മുൻപ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 4 ദിവസം പ്രായമായ പശുക്കുട്ടി ചത്തിരുന്നു. തെരുവുനായ് ശല്യം തടയാൻ നടപടിയെടുക്കണമെന്ന് വാർഡ് മെമ്പർ CD സൈമൺ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. അതേസമയം ജില്ലയിൽ പകർച്ചവ്യാധികൾ വ്യാപകമായിരിക്കുന്നതിനാൽ മഴക്കാലമാകുന്നതോടെ രോഗവ്യാപക ഭീഷണിയേറുകയാണ്. വെസ്റ്റ് നൈൽ, H1N1 ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ ചൂടിലും ജില്ലയിൽ സജീവമായിരുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പല നഗരസഭകളും പഞ്ചായത്തുകളും തുടക്കമിട്ടുവെങ്കിലും ഭൂരിപക്ഷം ഇടങ്ങളിലും പ്രവൃത്തികൾ പൂർണ്ണമായിട്ടില്ല. പലയിടത്തും തോടുകളും കാനകളും വൃത്തിയാക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാനായിട്ടില്ല. ഒറ്റ വേനൽ മഴയിൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായ ഇടങ്ങളിൽ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. വേനൽ മഴയിൽ തൃപ്രയാൽ നിരവധി കടകളിൽ വെള്ളം കയറിയിരുന്നു. ദേശീയപാതയിൽ വെള്ളക്കെട്ടും രൂക്ഷമായിരുന്നു. കാനകളുടെ ഒഴുക്ക് തടസ്സപ്പെടുന്നതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം. വേനൽ മഴ ആരംഭിക്കുന്നതിന് മുൻപ് നടത്തേണ്ട തോട് വൃത്തിയാക്കൽ വൈകിയതാണ് പ്രതിസന്ധിയാകുന്നത്. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പുതുക്കാട് തെങ്ങ് മുറിക്കുന്നതിനിടെ ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. പുതുക്കാട് വടക്കേ തുറവ് കൊടിയൻ വീട്ടിൽ ഔസേപ്പിന്റെ മകൻ 64 വയസ്സുള്ള വിൽസനാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കേടുവന്ന തെങ്ങ് മുറിക്കുന്നതിനിടെയാണ് അപകടം. തെങ്ങിൽ നിന്ന് സമീപത്തെ മാവിലേക്ക് കയർ കെട്ടി നിർത്തുന്നതിനിടെ മാവിന്റെ ചില്ല അടർന്നതോടെ തെങ്ങ് ദിശ മാറി വിൽസന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്നവർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയ ഡെങ്കിപ്പനി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കടങ്ങോട് പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉറവിട നശീകരണ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസന്നൻ, പഞ്ചായത്ത് അംഗങ്ങളായ ടെസി ഫ്രാൻസിസ്, സൈബുനിസ ഷറഫു എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, CDS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സ്ക്വാഡ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മൈലിപ്പാടത്ത് കാൽനട യാത്രക്കാരിയുടെ 4 പവന്റെ സ്വർണ്ണമാല ബൈക്കിലെത്തിയ സംഘം കവർന്നു. മൈലിപ്പാടം സ്വദേശി തച്ചിൽ വീട്ടിൽ അബ്രഹാം ഭാര്യ തെരേസയുടെ മാലയാണ് ബൈക്കിലെത്തിയ 2 അംഗ സംഘം കവർന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സർക്കാർ സ്കൂളുകൾക്കായി MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ബസ്സുകൾ പലയിടത്തും തുരുമ്പെടുത്ത് നശിക്കുന്നു. അന്തിക്കാട് ബ്ലോക്കിലെ 3 പഞ്ചായത്തുകളായി സർക്കാർ സ്കൂളുകൾക്കായി അനുവദിച്ച ബസ്സുകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. കുട്ടികൾക്കും സ്കൂളിനും വേണ്ടി ഓടിയത് 6 മാസം. പിന്നെ ടാർപോളിൻ ഷീറ്റിന് കീഴെ അന്തമില്ലാത്ത വിശ്രമം. കുട്ടികൾക്ക് പ്രയോജനപ്പെടേണ്ട ബസ്സുകൾ ആക്രി വിലയ്ക്ക് വിൽക്കേണ്ട അവസ്ഥയാണിപ്പോൾ. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂൾ, പുത്തൻപീടി LP സ്കൂൾ, ചാഴൂർ കുറുമ്പിലാവ് LP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ബസ്സുകൾ നശിക്കുന്നത്. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സ്കൂളിന് PA മാധവൻ MLA ആയിരിക്കെയാണ് ബസ് അനുവദിച്ചത്. പുതുമോടിയിൽ 6 മാസമാണ് ബസ് ഓടിയത്. ഡ്രൈവറുടെ ശമ്പളത്തിനും ബസിന്റെ അറ്റകുറ്റപ്പണിക്കുമായുള്ള ചിലവ് താങ്ങാനാവാതെ വന്നതോടെ ബസ് ഒഴിഞ്ഞ ഇടത്തേക്ക് മാറ്റിയിട്ടു. കഴിഞ്ഞ ഓണക്കാലം വരെ ഓടിയിരുന്നതാണ് പുത്തൻപീടിക LP സ്കൂളിലെ ബസ്. ഗീതാ ഗോപി MLA ആണ് സ്കൂളിന് 2012 ബസ് അനുവദിച്ചത്. ഇപ്പോൾ ബസ് ടാർപോളിൻ കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. ബസ് അറ്റകുറ്റപ്പണി നടത്താനാകാത്ത അവസ്ഥയിലാണെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ബസ് കണ്ടം ചെയ്ത് വിൽക്കണമെന്നും ഗ്രാമീണ റോഡുകൾക്ക് പറ്റിയ തരത്തിലുള്ള ചെറിയ വാഹനം അനുവദിക്കണമെന്നുമാണ് ആവശ്യം. ചാഴൂർ പഞ്ചായത്തിലെ കുറുമ്പിലാവ് സ്കൂളിന് ഗീതാ ഗോപി MLA ആയിരിക്കെ 6 വർഷം മുൻപ് അനുവദിച്ച ബസ് പുതുമോടിയിൽ ഏതാനും മാസം ഓടി. പിന്നെ കട്ടപ്പുറത്തായി. 31 സീറ്റിന്റെ വലിയ ബസ് ആയതിനാൽ നാട്ടിടവഴികളിലൂടെ ഓടിക്കാനാകില്ലെന്നാണ് സ്കൂളുകാർ പറയുന്നത്. ഈ ബസ് സർക്കാരിനെ തിരിച്ചേൽപ്പിച്ച് ചെറിയ ബസ് അനുവദിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പഞ്ചായത്ത് അധികൃതർ. അതേസമയം എയ്ഡഡ് സ്കൂളുകൾക്ക് MP MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസ്സുകൾ ഓടുന്നുണ്ട്. വിഘ്നങ്ങൾ ഏതും ഇല്ലാതെ തന്നെ. TCV ന്യൂസ്, തൃശൂർ. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ജലയാനത്തിൽ പങ്കെടുത്ത നീന്തൽ അഭ്യസിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. ക്ലബ്ബ് പ്രസിഡന്റ് K മണികണ്ഠൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും.
മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 151ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. ഭാരവാഹികളായ P. രാധാകൃഷ്ണൻ, K. സജീവ്, അനിൽ വടക്കേടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 38 വർഷമായി ഡയറി എഴുത്തിൽ സജീവമാണ് പെരിഞ്ഞനം സ്വദേശിയും വ്യാപാരിയുമായ ഏറാട്ട് ഉത്തമൻ. അതും വെറും ഡയറി എഴുത്തല്ല, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പുറമെ ഒരു ദിവസത്തെ മുഴുവൻ സംഭവങ്ങളും ആ ഡയറിയിൽ സ്ഥാനം പിടിക്കും. പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത പഴയ നാണയങ്ങൾ, പ്രധാന സംഭവങ്ങളുടെ വിവിധ പത്ര കട്ടിങ്ങുകൾ, പങ്കെടുത്ത വിവാഹങ്ങളുടെ 600-ലധികം താങ്ക്സ് കാർഡുകൾ, മൺമറഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകൾ, പഴയകാലത്തെ പാസ്പോർട്ടുകൾ, ലോകരാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ തുടങ്ങി പഴമയും പുതുമയും ഇഴചേർന്ന ദൃശ്യാനുഭവം ഉത്തമന്റെ വീട്ടകത്തെ വേറിട്ടതാക്കുന്നു. വീടിന്റെ മുറികളിലെ ഷെൽഫിൽ ഇവയെല്ലാം ആൽബങ്ങളാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. 1985 മുതലാണ് ഡയറി എഴുത്തിനോട് ഉത്തമന് പ്രിയം തോന്നുന്നത്. പെരിഞ്ഞനം സെന്ററിലുള്ള സ്വന്തം കടയിലിരുന്ന് ഒഴിവു സമയങ്ങളിലായിരുന്നു എഴുത്ത്. പിതാവായ കൊച്ചാണ്ടിയെ സഹായിക്കാനായിരുന്നു ആദ്യകാലത്ത് കടയിൽ എത്തിയിരുന്നത്. ആധ്യാത്മിക പുസ്തകങ്ങൾ ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ വാശിയോടെ വായിച്ചു തീർത്തിരുന്ന സമയം കൂടിയായിരുന്നു അത്. ഡയറി എഴുത്ത് ഹരമായതോടെ അതാത് ദിവസം കടയിൽ വരുന്നവരുടെയും പരിചയപ്പെടുന്നവരുടെയും മറ്റു വിശേഷങ്ങളും ഉത്തമൻ ഡയറിയിലാക്കാൻ തുടങ്ങി. പിതാവിന്റെ മരണശേഷം കടയുടെ നടത്തിപ്പുകാരനായെങ്കിലും തിരക്കുകൾ ഡയറി എഴുത്തിന് തടസ്സമായില്ല. അന്നു മുതൽ എഴുതിയ ഡയറികളെല്ലാം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1818 മുതലുള്ള നാണയങ്ങളാണ് മറ്റൊരു ശേഖരം. ഓട്ടക്കാലണയുൾപ്പെടെ ശേഖരത്തിലുണ്ട്. പങ്കെടുത്ത കല്യാണങ്ങളുടെ താങ്ക്സ് കാർഡുകൾ കളയാതെ അതും ആൽബത്തിനുള്ളിലാക്കി. ജീവിതയാത്രക്കിടയിൽ വിട പറഞ്ഞ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും ഉത്തമന്റെ ശേഖരത്തെ വേറിട്ടതാക്കുന്നു. മരിച്ച ദിവസം മറ്റ് വിശദാംശങ്ങളെല്ലാം ഇവരുടെ ഫോട്ടോയ്ക്കൊപ്പമുണ്ട്. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഉത്തമൻ ഇതുവരെ നടത്തിയ യാത്രകളിൽ പരിചയപ്പെട്ടവരുടെ ഫോട്ടോകളും സ്വന്തം ഫോട്ടോകൾക്കൊപ്പം ആൽബത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് പിന്നീട് ഓർമ്മിക്കാൻ ഒരു അവസരമില്ലാത്ത ഇത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഡയറിയിലൂടെ അത് തിരിച്ചെടുക്കാൻ കഴിയും. എൻ്റെ സ്വകാര്യമായ കാര്യങ്ങൾ എഴുതി തുടങ്ങുകയും പിന്നീട് നമ്മൾ സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഡയറി ഉൾക്കൊള്ളിക്കാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പുറം ലോകമായിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും വരുമ്പോൾ അതും ഞാൻ എൻ്റെ ഡയറിൽ പ്രത്യേക കോളങ്ങൾ തന്നെ കൊടുത്ത് എഴുതാറുണ്ട്. നാട്ടിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ഉത്തമന്റെ ഡയറിയിൽ ഭദ്രമാണ്. കടയിലെ തിരക്കുകൾക്കിടയിലും പതിവ് തെറ്റാതെ പുതിയ വിശേഷങ്ങൾ ഡയറിയിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉത്തമൻ. TCV കയ്പമംഗലം. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ പാമ്പുകടി പ്രഥമ ശുശ്രൂഷ ശില്പശാല സംഘടിപ്പിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയും PG കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് 3 ദിവസങ്ങളായുള്ള ശില്പശാല സംഘടിപ്പിച്ചത്. KFRI ഡയറക്ടർ ഡോക്ടർ കണ്ണൻ CS വാര്യർ ഉദ്ഘാടനം ചെയ്തു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ അധ്യക്ഷത വഹിച്ചു. ശില്പശാലയുടെ ഭാഗമായി സേവ്യർ എന്ന പേരിൽ പുറത്തിറക്കിയ മാനുവലിന്റെ പ്രകാശനം കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പോൾ ചാലിശ്ശേരി പ്രകാശനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രവീൺലാൽ കുറ്റിച്ചിറ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഷിബു C കള്ളിവളപ്പിൽ, KFRI മുൻ ഡയറക്ടർ ഡോക്ടർ PS ഈസ, ശില്പശാല ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ വിജയ് ചഞ്ചൽ, കൺവീനർ ഡോക്ടർ സിജു V എബ്രഹാം എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡൽഹിയിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അജിത് ഷെവാലെ ഓൺലൈനിലൂടെ ക്ലാസ് നടത്തി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 50ഓളം ഡോക്ടർമാരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. കേരള ഫുട്ബോൾ അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റും അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ ഡേവിസ് മൂക്കൻ അന്തരിച്ചു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗവുമാണ്. ഭൗതിക ശരീരം തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറി. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ സന്ദർശനം നടത്തി. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. പ്രധാനാധ്യാപിക KA സുജിനയുമായി കൂടിക്കാഴ്ച നടത്തി. ക്ലാസ് മുറികളിലും ശലഭ പാർക്കിലും സന്ദർശനം നടത്തുകയും ശുചിത്വ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യമുള്ള സ്കൂളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 634 കുട്ടികളാണ് പഠനം നടത്തിയത്.
തൃശൂർ സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥികൾക്ക് തിളങ്ങുന്ന നേട്ടം. കോളേജിലെ ബിരുദാനന്തര വിദ്യാർത്ഥികൾ ഇതുവരെ 200-ലധികം പ്ലേസ്മെന്റുകൾ വിജയകരമായി നേടി. പ്ലേസ്മെന്റ് നേടിയ വിദ്യാർത്ഥികളെ കോളേജ് മാനേജർ ടോണി നീലങ്കാവിൽ അഭിനന്ദിച്ചു. സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KM മാർട്ടിൻ, പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ഡോക്ടർ സുനിൽ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ കൊരട്ടിക്കരയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചാലിശ്ശേരി കാവുക്കോട് സ്വദേശി അറക്കൽ വീട്ടിൽ ഹാരിസിനാണ് പരിക്കേറ്റത്. ചങ്ങരംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് വന്നിരുന്ന കാറും പെരുമ്പിലാവ് ഭാഗത്തു നിന്ന് വന്നിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുണ്ടാ നേതാവിന്റെ നേതൃത്വത്തിൽ പാർട്ടി സംഘടിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിൽ പോലീസ് നടപടികൾ തുടരുന്നു. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പ്രതിമാസ പരിശോധന നടത്തി പോലീസ്. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ 2 പ്രതികൾ കൂടി പിടിയിലായി. പുറത്തുശ്ശേരി സ്വദേശികളായ അഭിഷേക്, ഡിവിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 16ആയി. കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന +2 വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം സ്വദേശി അനന്തു കൃഷ്ണനാണ് മരിച്ചത്. പാലപ്പള്ളി കുണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി. പട്രോളിംഗിനിറങ്ങിയ വനപാലകനാണ് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത്. പ്രദേശത്ത് കൂടുതൽ പുലികൾ ഉണ്ടെന്ന് ആശങ്ക. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരന് തെരുവുനായയുടെ കടിയേറ്റു. വേലൂരിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. സംസ്ഥാനത്ത് ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.